ഹലോ, ഇന്നൊരു കഥ കേട്ടാലോ? ഇത് ഞാൻ പറഞ്ഞ കഥയല്ല, എനിക്ക് ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ കഥയാണ്. ഇത് പറഞ്ഞത് ഒരു പ്രശസ്തനായ ഡോക്ടറാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കഥയാണ്. അത് വളരെ അതുല്യമായ രീതിയിൽ, മനോഹരമായ രീതിയിൽ അദ്ദേഹം അത് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോയാലോ? നമ്മുടെ ശരീരം ഒരു ചെറിയ പട്ടണമാണെന്ന് സങ്കല്പിക്കുക. ഈ പട്ടണത്തിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ കൊളസ്ട്രോൾ. അദ്ദേഹത്തിന് ചില കൂട്ടാളികളുമുണ്ട്. കുറ്റകൃത്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രധാന പങ്കാളി ട്രൈഗ്ലിസറൈഡ്. തെരുവുകളിൽ അലഞ്ഞു നടക്കുക, കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, റോഡുകൾ തടയുക എന്നിവയാണ് അവരുടെ ജോലി. ഹൃദയം ഈ പട്ടണത്തിന്റെ നഗര കേന്ദ്രമാണ്. എല്ലാ റോഡുകളും ഹൃദയത്തിലേക്ക് നയിക്കുന്നു. ഈ കുഴപ്പക്കാർ പെരുകാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അവർ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ ശരീരത്തിലും ഒരു പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്, HDL, നല്ല കൊളസ്ട്രോൾ. ഈ നല്ല പോലീസുകാരൻ ഈ കുഴപ്പക്കാരെ പിടികൂടി ജയിലിലാക്കുന്നു, അതായത് നമ്മുടെ കരളിലെത്തിക്കുന്നു. അപ്പോൾ കരൾ അവയെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു, നമ്മുടെ ഡ്രെയിനേജ് സംവിധാനത്തിലൂടെ. എന്നാൽ പക്ഷേ അധികാരത്തിനായി ദാഹിക്കുന്ന ഒരു മോശം പോലീസുകാരനുമുണ്ട്, LDL, ചീത്ത കൊളസ്ട്രോൾ. LDL ഈ കുറ്റവാളികളെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നു, വീണ്ടും തെരുവിലിറക്കുന്നു. നല്ല പോലീസ് HDL ഇല്ലാതാകുമ്പോൾ മുഴുവൻ നഗരവും അലങ്കോലമാകും. അത്തരമൊരു പട്ടണത്തിൽ ജീവിക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? ഈ കുറ്റവാളികളെ കുറക്കാനും നല്ല പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും, അതായത് ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നടക്കാൻ തുടങ്ങണം. ഓരോ ചുവടുവയ്പിലും HDL വർദ്ധിക്കും, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, LDL പോലുള്ള കുറ്റവാളികൾ കുറയും. നിങ്ങളുടെ ശരീരം, അതായത് ആ നഗരം, വീണ്ടും സജീവമാകും. നിങ്ങളുടെ ഹൃദയം, നഗര കേന്ദ്രം, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന്, അതായത് ഹാർട്ട് ബ്ലോക്കിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. ഹൃദയം ആരോഗ്യമുള്ളപ്പോൾ നിങ്ങളും ആരോഗ്യവാനായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ നടക്കാൻ തുടങ്ങും, ആരോഗ്യത്തോടെ ഇരിക്കും. ഡോക്ടർ വീണ്ടും പറഞ്ഞു തുടങ്ങുന്നു. നിങ്ങൾ 45-നും 80-നും ഇടയിൽ പ്രായമുള്ളവരാണോ? എങ്കിൽ നിങ്ങൾ ഈ വക ഭക്ഷണത്തിൽ ഈ വക കാര്യങ്ങൾ കുറക്കുക. എന്തൊക്കെ? ഉപ്പ്, പഞ്ചസാര, ബ്ലീച്ച് ചെയ്ത് ശുദ്ധീകരിച്ച മാവ്, പാലുൽപ്പന്നങ്ങൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ എല്ലാം നമ്മൾ കുറക്കണം. എല്ലാ ദിവസവും നമ്മൾ എന്തൊക്കെ കഴിക്കണം? പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, നട്ട്സ്, കോൾഡ് പ്രൈസ്ഡ് ഓയിൽ, പഴങ്ങൾ. ഭക്ഷണം മാത്രം പോരല്ലോ, നമ്മുടെ മാനസിക ആരോഗ്യത്തിലും നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പ്രായത്തിൽ. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മറക്കാൻ ശ്രമിക്കണം? നമ്മുടെ പ്രായം, നിങ്ങളുടെ ഭൂതകാലം, നിങ്ങളുടെ പരാതികൾ. നമ്മൾ സൂക്ഷിക്കേണ്ട 4 പ്രധാന കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സുഹൃത്തുക്കൾ, പോസിറ്റീവ് ചിന്താഗതി, വൃത്തിയുള്ളതും എപ്പോഴും സ്വാഗതം ചെയ്യപ്പെടുന്നതുമായ ഒരു വീട്. നിങ്ങൾ എപ്പോഴും സ്വീകരിക്കേണ്ട 3 അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും പുഞ്ചിരിക്കൂ. നിങ്ങളുടെ സ്വന്തം വേഗതയിൽ ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഭാരം പരിശോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക. നിങ്ങൾ സ്വീകരിക്കേണ്ട 6 ജീവിതശൈലി ശീലങ്ങളുണ്ട്. വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നതുവരെ കാത്തിരിക്കരുത്. വിശ്രമിക്കാൻ ക്ഷീണിതനാകുന്നതുവരെ കാത്തിരിക്കരുത്. വൈദ്യപരിശോധനകൾക്കായി രോഗിയാകുന്നതുവരെ കാത്തിരിക്കരുത്. അത്ഭുതങ്ങൾക്കായി കാത്തിരിക്കരുത്. ഒരിക്കലും നിങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. പോസിറ്റീവായിരിക്കുക. എപ്പോഴും നല്ലൊരു നാളെയെ പ്രതീക്ഷിക്കുക. അനുഗ്രഹീതരായി നടക്കുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ദൈവം എല്ലാവരെയും ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ വിവരങ്ങൾ തന്ന ഡോക്ടറെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.